ട്രാവലോഗ്രഫിയുടെ പുതിയ യാത്രാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ എപ്പിസോഡ് മുതൽ ഒരു വലിയ യാത്രയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കാനഡയിലെ 4 പ്രൊവിൻസുകളിലൂടെയും അതുപോലെ US-ലെ 10 സ്റ്റേറ്റുകളിലൂടെയും 22 ദിവസങ്ങൾ കൊണ്ട് 11,000 കിലോമീറ്ററിലധികം ബൈ റോഡ് ഞങ്ങൾ നടത്തിയ ഒരു വലിയ യാത്രയുടെയും ആ യാത്രയിൽ കണ്ട ഒരുപാട് മനോഹരമായ കാഴ്ചകളുടെയും അതിനിടയിൽ നടന്ന രസകരമായ ഒരുപാട് സംഭവങ്ങളുടെയും വിശേഷങ്ങൾ ഈ സീരീസിലൂടെ പറയാനുണ്ട്. പോയ റൂട്ടിനെക്കുറിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തുടക്കം തന്നെ ഒരു ഐഡിയ കിട്ടുന്നതിന് ഞങ്ങൾ പോയി വന്ന ശേഷം ഗൂഗിൾ മാപ്പിൽ നിന്നും എടുത്ത ഒരു പിക്ചർ ഞാൻ ഈ സ്ക്രീനിൽ ആഡ് ചെയ്യാം. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഈ ഗൂഗിൾ മാപ്പ് പിൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അത് പിന്നീട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കാണാൻ നല്ല രസമാണ്. ഈ യാത്രയിൽ എൻ്റെയും വൈഫിൻ്റെയും കുട്ടിയുടെയും ഒപ്പം ടൊറൻറ്റോ എത്തുന്നത് വരെ നാട്ടിലേക്ക് മടങ്ങുന്ന എൻ്റെ പിതാവുമുണ്ട്. ടൊറൻറ്റോയിൽ നിന്നാണ് എൻ്റെ പിതാവിന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ യാത്ര തുടങ്ങുന്ന സ്ഥലമായ എഡ്മണ്ടണിൽ നിന്ന് ശരിക്കും US വഴി ടൊറൻറ്റോയിലേക്ക് പോകാനാണ് ദൂരക്കുറവ്. പക്ഷേ എൻ്റെ പിതാവിന് US വിസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾ ദ വേ ത്രൂ കാനഡ 4 പ്രൊവിൻസുകൾ കവർ ചെയ്ത് ടൊറൻറ്റോയിലെത്തും. അവിടെ നിന്ന് എൻ്റെ പിതാവിനെ നാട്ടിലേക്ക് അയച്ച ശേഷം US വഴി ഏതാണ്ട് 10 സ്റ്റേറ്റുകൾ കവർ ചെയ്ത് തിരികെ എഡ്മണ്ടണിലേക്ക് നമ്മൾ മടങ്ങും. ഈ യാത്രയിലുടനീളം കടന്നു പോകുന്ന കാഴ്ചകളാണ് ദ ഗ്രേറ്റ് നോർത്തേൺ റൺ എന്ന ഈ സീരീസിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ സീരീസിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്ന ആദ്യ ദിവസം അതിരാവിലെ 5 മണിയോടെ യാത്ര തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും ഞങ്ങൾ ഉണർന്നെണീറ്റ് 5:30 ആയപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റാക്കി വണ്ടിയെടുത്ത് ഞങ്ങൾ എഡ്മണ്ടണിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. സിറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിവൈഡഡ് ഹൈവേ ആണ്, അധികം സ്ട്രൈറ്റ് റോഡാണ്. അതുകൊണ്ട് ഈ ലെയിൻ അസിസ്റ്റൻസ് ഓട്ടോ ക്രൂയിസ് കൺട്രോളും ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ആയാസമൊന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്നാൽ മതി. എഡ്മണ്ടണിൽ നിന്നും ഏതാണ്ട് 250 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ആൽബർട്ടയിൽ നിന്നും സസ്കാച്ചുവാൻ എന്ന അടുത്ത പ്രൊവിൻസിലേക്ക് കിടക്കാൻ. അവിടെ ലോയിഡ് മിൻസ്റ്റർ എന്ന ഒരു ചെറിയ സിറ്റിയുണ്ട്. നമ്മൾ യാത്ര തുടങ്ങി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആദ്യം സ്റ്റോപ്പ് ചെയ്തത് ഈ സിറ്റിയിലാണ്. ഈ ആൽബർട്ട സസ്കാച്ചുവാൻ പ്രൊവിൻസുകളുടെ രണ്ടിൻ്റെയും ഒത്ത നടുക്കായിട്ടാണ് ഈ സിറ്റി ഉള്ളത്. പകുതി ആൽബർട്ടയിലാണെങ്കിൽ ബാക്കി പകുതി സസ്കാച്ചുവാനിലാണ്. ആ സിറ്റിയുടെ നടുവിലൂടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കൊരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ആ ഹൈവേ ആണ് ശരിക്കും ഈ പ്രൊവിൻസുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും നമ്മളുടെ യാത്ര തുടർന്നു. സസ്കാച്ചുവാൻ എന്നത് കാനഡയുടെ ഒത്ത നടുക്കുള്ള ഒരു പ്രവിശ്യയാണ്. 1905 ആൽബർട്ടയിൽ നിന്നും നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിൽ നിന്നും വേർപെട്ട് സസ്കാച്ചുവാൻ ഒരു പ്രവിശ്യയായിട്ട് രൂപപ്പെടുന്നത്. റെജീന എന്ന ഒരു സിറ്റിയാണ് അതിൻ്റെ ക്യാപിറ്റൽ. പക്ഷേ ലാർജസ്റ്റ് സിറ്റി സസ്കാറ്റൂണാണ്. ആ സസ്കാറ്റൂൺ വഴിയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ഡെവലപ്മെൻറ്റുകളുള്ള സിറ്റികൾ കുറവാണെങ്കിലും ഓയിലും പൊട്ടാഷും യുറേനിയവും പോലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒരുപാടുള്ള ഒരു പ്രൊവിൻസാണിത്. അതിൻ്റെയൊക്കെ ഒരുപാട് മൈനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയോടടുത്ത് ഞങ്ങൾ സസ്കാറ്റൂണിലെത്തി. ഈ പ്രൊവിൻസിലെ ലാർജസ്റ്റ് സിറ്റി ആണെങ്കിലും അതുവഴി ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഞങ്ങളുടെ കോതമംഗലം ടൗണിൻ്റെ അത്ര പോലും ഒരു വലിയ സിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഈ സിറ്റിയുടെ നടുവിലൂടെയാണ് സൗത്ത് സസ്കാച്ചുവാൻ റിവർ ഒഴുകുന്നത്. അതിൻ്റെ തീരത്തുള്ള ഒരു പാർക്കിലിരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം ആ റിവറിൻ്റെ പരിസരത്തൂടെ സമയമൊക്കെ ചിലവഴിച്ച് വീണ്ടും പതുക്കെ യാത്ര തുടർന്നു. ഈ ആൽബർട്ട, സസ്കാച്ചുവാൻ, മാനിത്തോബ പോലെയുള്ള പ്രൊവിൻസുകളുടെ നമ്മൾ ഈ കടന്നു പോകുന്ന വലിയൊരു ഭാഗം കനോളയും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുന്ന പരന്ന പാടങ്ങളോ തരിശു നിലങ്ങളോ ഒക്കെയാണ്. കിലോമീറ്ററുകൾ ഓടിയാലും ഇതുതന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ റോഡ് ട്രിപ്പിൽ ശരിക്കും വലിയ വിരസതയുണ്ടാക്കുന്ന ഒരു ഭൂപ്രദേശത്തൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്.
എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് അങ്ങനെ വിരസത കൂടി ചിന്തയുടെ ലോകത്തേക്ക് പോയപ്പം അത്രയും നേരം ഡിവൈഡഡ് ഹൈവേ ആയിരുന്ന റോഡ് 2 വേ ട്രാഫിക് ആയത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതുവരെ ഓടിച്ചു വന്നതുപോലെ മുമ്പോട്ട് പോയി. എൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു ട്രക്ക് പോകുന്നുണ്ട്. ഞാൻ ആ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പ്രൊസീജിയറൽ മെമ്മറിയിൽ ആ ചിന്താലോകത്തിരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ ട്രക്കിനെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് കയറുകയാണ്. ഏകദേശം ട്രക്കിൻ്റെ ഒരു പകുതിയോളം അങ്ങ് കയറി. ഇപ്പോൾ 2 വേ ട്രാഫിക് ആയല്ലോ. കുറേ അകലെ ഒരു വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഞാനിത് കാണുന്നുണ്ട്, പക്ഷേ അത്രയും നേരം മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്തിരുന്നത് കൊണ്ട് ഈ 2 വേ ട്രാഫിക് അല്ലാത്തത് കൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന ഇങ്ങനെ ഒരു വണ്ടിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ചിന്തയുടെ ലോകത്തിരുന്നുകൊണ്ട് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോകണം എന്നുള്ള ആ ഒരു ബോധവും വരുന്നില്ല. പെട്ടെന്ന് എൻ്റെ അടുത്തിരുന്ന പിതാവ്, നീ പോകുന്നുണ്ടെങ്കിൽ വേഗം കയറി പോകും എന്നും പറഞ്ഞ് ഒച്ച വെച്ചപ്പോഴാണ് ഞാൻ ആ ഒരു ബോധത്തിലേക്ക് വരുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ട്രക്കിൻ്റെ പകുതിയോളം കയറി കഴിഞ്ഞിരിക്കുന്നു. മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ ലൈനുകളൊന്നുമില്ല. പിന്നെ ഒറ്റ വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മുമ്പോട്ടേക്ക് കയറി പോവുക, അല്ലെങ്കിൽ പുറകോട്ടേക്ക് ഇറങ്ങി ട്രക്കിൻ്റെ ബാക്കിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്. ട്രക്കിൻ്റെ ബാക്കിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമില്ല. അപ്പം ഞാൻ എന്തായാലും ആക്സിലേറ്റർ കൊടുത്തിട്ട് വേഗം അങ്ങ് കയറി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. വേഗം അങ്ങനെ കയറിയിട്ടങ്ങ് എത്തുന്നില്ല ട്രക്കിൻ്റെ അടുത്തേക്ക്. മറ്റേ വണ്ടിയാണെങ്കിൽ ഇതേ അടുത്തടുത്ത് വരികയും ചെയ്യുന്നു. പെട്ടെന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ട്രക്ക് ഡ്രൈവർ അത് കണ്ട് ഒതുക്കി ഇയാൾ ആ വഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഒതുക്കി തന്നു. നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ കൂടെ കൃത്യമായിട്ട് കയറുകയും ഈ വണ്ടി ഓപ്പോസിറ്റൂടെ ഹോൺ അടിച്ച് അങ്ങ് കടന്നു പോവുകയും, എന്നെ തെറി പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ ഈ വണ്ടി അങ്ങ് ഹോൺ അടിച്ച് കടന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് ആ വണ്ടിയിൽ തട്ടാതെ അവിടെ ഒരു ആക്സിഡൻറ്റ് നടക്കാതെ ജീവനോടെ രക്ഷപ്പെട്ടു. ആ ട്രക്ക് ഡ്രൈവർ ആ ബോധത്തോടെ ചിന്തിച്ച് അയാൾ ഒതുക്കി തന്നില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ ഒരു പക്ഷേ ഉറപ്പായിട്ടും ഇടിച്ചതിന്. തീർച്ചയായിട്ടും അവിടെ ഒരു ആക്സിഡൻറ്റിന് ഒരു സാധ്യത ഉണ്ടായിരുന്നതിന്. എന്തായാലും വേഗം ഞാൻ കയറി കഴിഞ്ഞിട്ട് ട്രക്ക് ഡ്രൈവറുടെ തെറിയും കേൾക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ചവിട്ടി വിട്ടു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, നേരെ വെച്ച് വിട്ട് പോവുമായിരുന്നു. അങ്ങനെ പോയി. ഇടയ്ക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചെറിയ ഷോർട്ട് ബ്രേക്കൊക്കെ എടുത്തു. സസ്ക്വച്ചാൻ കടന്ന് മാനിത്തോബ എന്ന അടുത്ത പ്രൊവിൻസിലേക്ക് കടന്ന് കുറേ ദൂരം പിന്നിട്ടു. ആ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഏകദേശം ഒരു 500 കിലോമീറ്ററെങ്കിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 200 കിലോമീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് സ്റ്റേ അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും. കണ്ടിന്യൂസ് ഡ്രൈവാണ്. കാണാനും പ്രത്യേകിച്ച് പുതുമയുള്ള കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും മടുക്കും. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ അവിടെ ഒരിടത്ത് ഒരു ടിം ഹോട്ടൻസിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അതിൻ്റെ പാർക്കിങ്ങിൽ കയറ്റി നിർത്തി. അകത്ത് കയറി. ആ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിന്ന് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ചായയും കടിയും ഒക്കെ വാങ്ങി അങ്ങ് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു പുള്ളി, ഇന്ത്യൻ വംശം തന്നെയാണെന്ന് പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം, എന്നെ ഇങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുന്നു. എൻ്റെ നേരെ വിരലൊക്കെ ചൂണ്ടിയിട്ട് യു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല എന്നുള്ളത് പുള്ളിയുടെ സംസാരിക്കുന്ന ശൈലി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എനിക്ക് വീണ്ടും സംശയമായി, ഇതാരാണ് ഇനി? ഈ പുള്ളി പൈസയോ വല്ലതും ചോദിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഞാൻ മറ്റാരെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ഇങ്ങനെ നോക്കുന്നതാണോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ എന്നുള്ള മട്ടിൽ പുള്ളി യു സസ്കാറ്റൂൺ ഓവർടേക്ക് വെരി ഡേഞ്ചറസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ ട്രക്കിൻ്റെ ഡ്രൈവറായിരുന്നു. ആൽബർട്ട രജിസ്ട്രേഷനായ എൻ്റെ കറുത്ത സെഡാൻ കാർ ട്രക്ക് ഡ്രൈവറായ പുള്ളി കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 500 കിലോമീറ്റർ ഇപ്പുറം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പം വീണ്ടും പുള്ളിയുടെ കൺമുമ്പിൽ പെട്ടപ്പോൾ പിടി വീണതാണ്. ഇവിടെ വെച്ച് ഇയാളെ വീണ്ടും കാണുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തായാലും എൻ്റെ മുഖത്തെ ചമ്മലും ദൈന്യതയും ഒക്കെ കണ്ടതുകൊണ്ടാവണം കെയർഫുൾ എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ തന്നിട്ട് പുള്ളി എനിക്കിട്ട് തല്ല് തരാതെ വിട്ടു. അങ്ങനെ ഡ്രൈവ് ചെയ്ത് അന്ന് നമ്മൾ സ്റ്റേ അടിക്കാൻ ഉദ്ദേശിക്കുന്ന പോർട്ട് ലാ പ്രയറി എന്ന സ്ഥലത്ത് രാത്രി 9:30 എത്തി. ഇതിനിടയ്ക്ക് ടൈം സോണൊക്കെ ചേഞ്ച് ആയിരുന്നു. കാനഡയിൽ 5 ടൈം സോൺ ഉള്ളതുകൊണ്ട് രാവിലെ നമ്മൾ പുറപ്പെട്ട എഡ്മണ്ടനിലെയും ഇവിടുത്തെയും സമയം തമ്മിൽ 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമ്മൾ പോകുന്ന ഈ ട്രാൻസ് കാനഡ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോവാർഡ് ജോൺസൺ എന്ന മോട്ടലുള്ളത്. അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെക്ക് ഇൻ ചെയ്തു. 1230 കിലോമീറ്ററാണ് ഈ ആദ്യ ദിവസം തന്നെ നമ്മൾ കവർ ചെയ്തത്. ഈ പോർട്ട് ലാ പ്രയറി എന്ന സ്ഥലത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കോകോള ക്യാൻ ഉള്ളത്. ഈ മാനിത്തോബ അയൺ വർക്ക്സ് ലിമിറ്റഡ് എന്ന കമ്പനി
1905 ഈ വാട്ടർ സപ്ലൈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത ഒരു വാട്ടർ ടാങ്കായിരുന്നു ഇത്. കാണാൻ പഴയ കൊക്കക്കോളയുടെ ക്യാനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ആയതുകൊണ്ട് പിന്നീട് കൊക്കക്കോള കമ്പനി ഇത് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാനിൻ്റെ പുറത്ത് കാണുന്ന പോലെയുള്ള പെയിൻ്റ് അടിച്ച് ഇതൊരു റോഡ് സൈഡ് അട്രാക്ഷനാക്കി മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. സൂര്യനൊക്കെ ഉദിച്ചുയരുന്ന മനോഹരമായ പ്രഭാതമൊക്കെ കണ്ടുകൊണ്ട് യാത്രയുടെ രണ്ടാമത്തെ ദിവസം തുടങ്ങി. ഇന്നലെ നമ്മൾ യാത്ര ചെയ്തത് 1230 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്ന പോർട്ട് ലാ പ്രയറി എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന വാവ എന്ന ടൗൺ വരെ 1260 കിലോമീറ്റർ ഉണ്ട്. മാനിത്തോബ പ്രൊവിൻസിൻ്റെ തലസ്ഥാനമായ വിന്നിപ്പെഗൊക്കെ കടന്ന് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുവരെ കണ്ട മടുപ്പിക്കുന്ന കാഴ്ചകളൊക്കെ മാറി മറിഞ്ഞു പോവുകയാണ്. വഴിക്കിരുവശവും വലിയ വനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ മാനിറ്റോബയിൽ നിന്ന് ഒണ്ടാരിയോ പ്രവിശ്യയിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവശവും അധികം വനപ്രദേശങ്ങളും വലിയ വലിയ തടാകങ്ങളും ഒക്കെയാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഉണ്ടെങ്കിലും ദീർഘദൂരം ഒരു ചെറിയ പട്ടണം പോലും ഇല്ലാത്ത നിവിട വനപ്രദേശത്തു കൂടെയൊക്കെ കിലോമീറ്ററുകളോളം ഈ പ്രദേശങ്ങളിൽ ഡ്രൈവ് ചെയ്യാനുണ്ട്. പക്ഷേ അതിമനോഹരമായ കാഴ്ചകളായതുകൊണ്ട് നമുക്കങ്ങനെ മടുക്കില്ല. ഈ ഹൈവേയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് യാത്ര തുടരാൻ ഈ ഹൈവേക്കരികെ തന്നെയുള്ള ചെറിയ തടാകങ്ങളുടെ തീരങ്ങളോട് ചേർന്ന് തന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ ഒരു ലേക്കിൻ്റെ തീരത്തിരുന്ന് ഞങ്ങളും കയ്യിൽ കരുതിയിരുന്ന ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളുടെ കൈവശമുള്ള വേസ്റ്റ് കളയാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ചെയ്തു വെച്ചിട്ടുണ്ട്. കിലോമീറ്ററുകളോളം ചുറ്റിനും ഒരു ടൗൺ പോലും ഇല്ലാത്ത പ്രദേശങ്ങളാണെന്ന് ഓർക്കണം. വേസ്റ്റ് മാനേജ്മെൻറ്റിന് അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രൊഫഷണലായ രീതിയിൽ തന്നെയാണ് ഇവരതിവിടെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിലും ആഗോളപരമായിട്ട് പാരിസ്ഥിതിക കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് കാനഡ. ഈവൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവിടെ കാർബൺ ടാക്സ് പോലും ഇവരങ്ങനെ പലതിനും വേണ്ടിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയി. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒണ്ടാരിയോ എന്ന പ്രൊവിൻസിൽ കൂടെയാണ്. അങ്ങനെ കിലോമീറ്ററുകൾ ഡ്രൈവ് ചെയ്തു. അടുത്ത ബ്രേക്ക് എടുത്തത് ഡ്രൈഡൻ എന്നൊരു ചെറിയ സിറ്റിയിലാണ്. ആ സിറ്റിയിലേക്ക് കയറുമ്പോഴേക്കും വലിയ ഫാക്ടറികളൊക്കെ തലപൊക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെയും കുറച്ച് നേരം നിന്ന് സിറ്റിയിൽ നിന്ന് ഒരു ചെറിയ ചായയൊക്കെ വാങ്ങി വീണ്ടും കുറേ ദൂരം യാത്ര ചെയ്ത് തണ്ടർ ബേ എന്നൊരു മറ്റൊരു പട്ടണം കടന്ന് വീണ്ടും മുമ്പോട്ട് പോയി. ഇവിടെയും പോകുന്ന വഴിക്ക് ഹുഡോസിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ വഴിയരികിൽ നമുക്ക് കാണാം. ഈ തണ്ടർ ബേ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ദൂരം നമുക്ക് ഒരു വശത്ത് കാണാനുള്ളത് നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലേക്ക് സുപ്പീരിയർ ആണ്. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വശത്ത് കിലോമീറ്ററുകളോളം ഈ തടാകത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 82,100 കിലോമീറ്റർ സ്ക്വയറാണ്. നമ്മളുടെ മൊത്തം കേരളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ 38,800 സംതിങ് സ്ക്വയർ കിലോമീറ്റർ ആണല്ലോ. അപ്പം നമ്മളുടെ കേരളത്തിൻ്റെ 2 ഇരട്ടിയേക്കാൾ വലിപ്പമുള്ള ഒരു തടാകം എന്ന് സങ്കല്പിച്ചാൽ തന്നെ ലേക്ക് സുപ്പീരിയറിൻ്റെ ഒരു വലിപ്പത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ പോകുന്ന വഴിക്ക് ലേക്കിൻ്റെ നല്ല നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ച് രാത്രി 10-10:30 അന്ന് ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത വാവ എന്ന സ്ഥലത്ത് എത്തി ചെക്ക് ഇൻ ചെയ്തത്. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഉണർന്ന് പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമും ചെക്ക് ഔട്ട് ചെയ്ത് യാത്ര തുടങ്ങി. അധികവും മനോഹരമായ വലിയ മലനിരകൾ, അതിൽ ഇടതിങ്ങി നിൽക്കുന്ന വലിയ ടൈഗ വനങ്ങൾ. ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ വാഹനം കടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മൾ മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്തതിൽ ഈ ഒരു പ്രദേശത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ മൂടൽമഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത്. അത് കുറേ ദൂരത്തേക്ക് മുമ്പോട്ട് വഴി കാണാൻ പറ്റാത്തതുപോലെ മൂടൽമഞ്ഞുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ കടന്ന് ഒരുപാട് ദൂരം വീണ്ടും ഡ്രൈവ് ചെയ്തു. ഇടയ്ക്ക് ലേക്ക് സുപ്പീരിയറിൻ്റെ തീരത്ത് നല്ല മനോഹരമായ പ്രദേശങ്ങളൊക്കെ നോക്കി ഓരോ ചെറിയ ബ്രേക്കൊക്കെ എടുത്തു. ഇതിങ്ങനെ മറുകര കാണാതെ കടൽ പോലെ കിടക്കുന്ന ഒരു ലേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ തീരത്തേക്ക് സദാസമയം ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കും. സൂസ് സെയിൻറ്റ് മേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ലേക്ക് സുപ്പീരിയറിൻ്റെ തീരത്ത് നിന്നും വിട്ടിട്ട് നമ്മൾ ലേക്ക് ഹ്യൂറോൺ എന്ന മറ്റൊരു വലിയ ലേക്കിൻ്റെ തീരത്തൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. സാധാരണ ഇതുപോലെ കാനഡയിൽ ഒരു ക്രോസ് കൺട്രി ട്രിപ്പ് നടത്തുന്നവർ വണ്ടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ റോഡ് മാർഗം മാത്രം യാത്ര ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും ചിന്തിച്ച് അവരുടെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക.
ഞാൻ പക്ഷേ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് സാധാരണ ഒരു റോഡ് ട്രിപ്പ് പോകുന്നതിനേക്കാൾ എങ്ങനെ ഈ യാത്ര കുറച്ച് വ്യത്യസ്തമാക്കാമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ലാത്ത പ്രദേശങ്ങൾ കുറച്ച് വേഗത്തിൽ കവർ ചെയ്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപോകേണ്ട സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സമയമെടുത്ത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപോകാം എന്നുള്ളത് കൊണ്ട് ഈ യാത്രയുടെ കുറേ ഭാഗം ഞങ്ങൾ ഒരു ഫെറി ഷിപ്പിൽ യാത്ര ചെയ്ത് ടൊറൻറ്റോയിലേക്ക് എത്താം എന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയോ പസഫിക് സമുദ്രത്തിലൂടെയോ അല്ലാതെ കാനഡയ്ക്കുള്ളിൽ കപ്പൽ യാത്ര നടത്താൻ കഴിയുമോ എന്നൊക്കെ ഒരുപക്ഷെ ആൾക്കാർ ചിന്തിച്ചേക്കാം. പക്ഷേ തീർച്ചയായിട്ടും കഴിയും. അതും തീരെ ചെറിയ കപ്പലൊന്നുമല്ല. 3 നിലകളുള്ള 10-40ഓളം വാഹനങ്ങളും അതിലെ ആൾക്കാരെയും കയറ്റി ഈ ലേക്ക് ഹൂറോണിലൂടെ ഏതാണ്ട് 1.5-2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര ഫെറി ഷിപ്പ് യാത്ര. ഈ ഗ്രേറ്റ് നോർത്തേൺ റൺ എന്ന സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളും എങ്ങനെ അതിൽ യാത്ര ചെയ്തു എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം.